പ്രിയമിത്രങ്ങളെ, നമസ്കാരമുണ്ട്. ഇന്നത്തെ പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. എന്റെ പേര് സേതു. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വീടിന്റെ ഓണറെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം രാവിലെ ഇറങ്ങും, പിന്നെ കയറി വരുന്നത് രാത്രി 10-11 മണിയാകും. പിന്നെ അങ്കിളിന് ഒരു ഭാര്യയും 2 കുട്ടികളുമാണ്. ഈ കഥയിലെ നായികയെന്ന് പറയുന്നത് ആന്റിയാണ്. കുട്ടികൾ പഠിക്കുകയാണ്. ആന്റിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു 10-42 വയസ്സ് കാണും. ഒരു തടിച്ചി. എനിക്കാണെങ്കിൽ ഇച്ചിരി തടിയുള്ള ആന്റിമാരെ ഭയങ്കര ഹരമായിരുന്നു. ആന്റിയെ കണ്ടാൽ നമ്മുടെ സിനിമാ നടി ബിന്ദു പണിക്കരെ പോലിരിക്കും. കാണാനൊക്കെ കിടുവാണ്. നല്ല വെളുത്ത നിറമാണ്. മുന്നഴകിന്റെയും പിന്നഴകിന്റെയും കാര്യം പറയുകയേ വേണ്ട. ആര് കണ്ടാലും അതിന്റെ തുള്ളിത്തുളുമ്പലുകൾ കണ്ണുമ വെട്ടാതെ നോക്കി നിന്നു പോകും. എന്റെ റൂം 2ാമത്തെ നിലയിലാണ്. താഴെ ആന്റിയും അങ്കിളുമാണ് താമസിക്കുന്നത്. ഞാൻ പലപ്പോഴും മുകളിലോട്ട് സ്റ്റെപ്പ് കയറുമ്പോൾ ആന്റി വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചാരാൻ ശ്രമിക്കാറുണ്ട്. ആന്റി മുളകും മല്ലിയും ഒക്കെ ഉണക്കാനായി ഇടയ്ക്കിടയ്ക്ക് മുകളിൽ വരും. അപ്പോൾ ഞാൻ ആന്റിയെ നോക്കി വെള്ളം ഇറക്കാറുണ്ട്. ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ കാണാൻ വന്നു. ഞാനും അവളും ചെറുതായിട്ടൊന്ന് മിനുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആന്റി എന്തോ ഉണക്കാനായിട്ട് വന്നത്. ബെഡ്റൂമിന്റെ ജനാല തുറന്നു കിടക്കുകയായിരുന്നു. റൂമിൽ നല്ല സൗണ്ട് ഉയരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ പുറത്തെ ഒരു അനക്കം കേട്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ ആന്റി ടെറസിൽ നിന്ന് ഞങ്ങളെ നോക്കുന്നു. ഞാൻ കണ്ടു എന്ന് മനസ്സിലായപ്പോൾ ആന്റി പെട്ടെന്ന് ഇറങ്ങി താഴേക്ക് പോയി. എന്റെ ഉള്ളിൽ ഒരു ചെറിയ ഭയം വന്നു. പുള്ളിക്കാരി ഇത് കെട്ടിയോനോടെങ്ങാനും പറഞ്ഞാൽ അയാൾ വീടൊഴിയാൻ പറയും. വീട് കണ്ടുപിടിക്കൽ ഒരു മെനക്കെട്ട പണി തന്നെയാണ്. എല്ലാം കഴിഞ്ഞ് ഫ്രണ്ടിനെ പറഞ്ഞു വിടാൻ താഴേക്ക് പോയി. അവൾ പോയി ഞാൻ തിരിച്ചു കയറിയപ്പോൾ ആന്റി ഗ്രൗണ്ട് ഫ്ലോറിലെ അവരുടെ വാതിൽ തുറന്നിട്ടിരുന്ന് TV കാണുന്നു. ഞാൻ ഒന്നും അറിയാത്ത പോലെ മുകളിലേക്ക് നടന്നു. റൂമിലെത്തി ഞാൻ ആലോചന തുടങ്ങി. പുള്ളിക്കാരി എങ്ങനെ ഒന്ന് സോപ്പിട്ട് നിർത്തുക? അങ്കിൾ അറിഞ്ഞാൽ പുറത്താവുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡോർബെല്ലടിച്ചു. ഞാൻ കൊറിയർ എന്തെങ്കിലും ആവുമെന്ന് കരുതി ചെന്ന് വാതിൽ തുറന്നപ്പോൾ അതാ അവിടെ ആന്റി നിൽക്കുന്നു. വീട് തരുമ്പോൾ പറഞ്ഞതല്ലേ ഈ വക പരിപാടിയൊന്നും ഇവിടെ പറ്റില്ല എന്ന്. എന്നിട്ട് താൻ എന്ത് തോന്നിവാസമാണ് ഇവിടെ ചെയ്യുന്നേ? ഒരു കല്യാണപ്രായമായ പെൺകുട്ടിയുള്ള വീടാണ്. അങ്കിളിങ്ങി വരട്ടെ, വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. അങ്ങേര് പറയുന്ന അനുസരിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. ഹൗസ് ഓണറുടെ ഭാര്യ കലിപ്പായിട്ടാണ് പറഞ്ഞത്. എനിക്കാകെ പേടിയായി. ആന്റി സോറി, ഞാനിത് ആവർത്തിക്കില്ല. അങ്കിൾ ഇറക്കി വിടും. വേറെ വീട് കിട്ടാനൊന്നും എളുപ്പമല്ല. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അങ്കിളിനോട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കല്ലേ ആന്റി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ ശരിയാവുക? ഇതൊന്നും അങ്ങനെ വിടാൻ പറ്റിയ കേസല്ലേ. പുള്ളിക്കാരി വിട്ടുതരുന്ന യാതൊരു ലക്ഷണവുമില്ല. ആന്റി, ഞാൻ കാല് പിടിക്കാം. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. ഞാൻ ആന്റിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. പ്ലീസ് പ്ലീസ് ആന്റി. ഞാൻ ചുമ്മാ ആന്റിയുടെ കാല് തൊടാൻ എന്ന പോലെ ഒന്ന് കുനിഞ്ഞു. ഛേ, എന്തായി കാണിക്കുന്നത്? ഞാൻ ഈ വട്ടം ക്ഷമിച്ചു. ഇനി ഇങ്ങനെ ഉണ്ടാകരുത്. ആന്റി ഇച്ചിരി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. താഴോട്ട് നടക്കാൻ തുടങ്ങി. സ്റ്റെപ്പ് എത്തിയപ്പോൾ തിരിഞ്ഞു പറഞ്ഞു, പിന്നെ ഞാനങ്ങനെ വെറുതെ ഒന്നും അല്ല കേട്ടോ ഇത് വിടുന്നത്. എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിക്കും. ഞാൻ മനസ്സിലോർത്തു, ഈ തള്ള എന്താണോ ഇനി ചോദിക്കാൻ പോകുന്നത്? കാശൊക്കെ ചോദിച്ചാൽ ആകപ്പാട് ഉളവാകും. എന്തെങ്കിലും ആകട്ടെ. സമയം ഏകദേശം 12:30 ഞാൻ പതുക്കെ കിടന്നാലോ എന്ന് വിചാരിച്ച് ബെഡ്റൂമിലെത്തി. ഒരു സിനിമ കണ്ടുകൊണ്ട് കിടന്നു. അങ്ങനെ സിനിമ കണ്ടു കിടന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ റിങ് ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. തുറന്നു നോക്കിയപ്പോൾ ആന്റിയാണ്. ഹായ്, ഫ്രീ ആണോ? ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരിക്ക് എന്താവശ്യമാണോ? ഞാൻ മനസ്സിലോർത്തു. അതെ ആന്റി, ഞാൻ ഫ്രീ ആണ്. പുള്ളിക്കാരി മെസ്സേജ് കണ്ടു, പക്ഷെ റീപ്ലൈ വന്നില്ല. ഞാൻ സിനിമയിലേക്ക് ശ്രദ്ധ തിരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോർബെല്ലടിച്ചു. ഞാൻ എഴുന്നേറ്റ് എന്ന് കതക് തുറന്നു. കിടക്കാനുള്ള പുറപ്പാടിലായതുകൊണ്ട് ഞാനൊരു ബനിയനും ബെർമുടയുമാണ് ഇട്ടിരുന്നത്. വാതിൽ തുറന്നപ്പോൾ അതാ വീണ്ടും ഹൗസ് ഓണർ ആന്റി. പക്ഷെ എന്തോ മാറ്റം. കുളി കഴിഞ്ഞ ഒരു ലുക്ക്. മുടിയൊക്കെ നനഞ്ഞിരിക്കുന്നു. ഒരു കറുത്ത നൈറ്റിയാണ് വേഷം. മുൻഭാഗമൊക്കെ തുറച്ചു നിൽക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായി പുള്ളിക്കാരി എന്നെ തള്ളി അകത്തോട്ട് കയറി. എന്റെ മനസ്സിൽ കാര്യം കത്തി. അങ്ങനെയൊന്നും ഇതുവരെ പെരുമാറാത്ത ആളാണ്. നോക്കി നിൽക്കാതെ കയറി ആ വാതിലം കടക്കിടയിർക്ക. പുള്ളിക്കാരി എന്നെ നോക്കി പറഞ്ഞു. ഞാൻ വെറുതെ ഒരു പൊട്ടനെ പോലെ അഭിനയിച്ചു. എന്തിനാ ആന്റി വാതിലടയ്ക്കുന്നേ? നീ പറയുന്നത് കേട്ടാൽ മതി, കൂടുതലൊന്നും ചോദിക്കണ്ട. പുള്ളിക്കാരി ചെറിയ ഗൗരവമൊക്കെ ഇട്ട് പറഞ്ഞു. ഞാനൊരു ക്ലൂ കിട്ടാത്ത പൊട്ടനെ പോലെ അകത്തോട്ട് കയറി വാതിലടച്ചു. പെട്ടെന്ന് പിന്നിൽ നിന്നും ആന്റി എന്നെ കടന്നു പിടിച്ചു. അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതല്ല.
ആദ്യം ഒരു സംസാരം പ്രതീക്ഷിച്ചാണ് ഞാൻ വാതിലടച്ചത്. തള്ളയ്ക്കും ഇത്രയും മൂത്ത് നിൽക്കുകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ഒന്ന് മുട്ടിയേനെ. എന്താ ആന്റി ഇത്? ഞാൻ പെട്ടെന്ന് ഞെട്ടിയതുപോലെ ചോദിച്ചു. ഇതാണ് ഞാൻ അങ്കിളിനോട് പറയാതിരിക്കാനുള്ളതിനുള്ള പ്രത്യുപകാരം. വേറെ ആരും അറിയരുത്, എന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ആന്റി പറഞ്ഞു. അണക്കെട്ട് പൊട്ടാറായി നിൽക്കുവാണെന്ന് ആ കണ്ണുകളിൽ കാണാം. പാവത്തിനെ ഇനി പൊട്ടൻ കളിപ്പിച്ച് വിഷമിക്കേണ്ട എന്ന് കരുതി ഞാൻ ആന്റിയുടെ അരയിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. വട്ടം എത്തിയില്ലെങ്കിലും കൈ രണ്ടും ബാക്കിൽ ഉറപ്പിക്കാൻ പറ്റി. ആന്റിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയണ്ടേ, ഞാൻ സാധിച്ചു തരില്ലേ? അയ്യടാ, നിനക്ക് എന്നെയൊക്കെ ഇഷ്ടമാവോ? ഇറങ്ങിപ്പോയ കിളുന്തു പെണ്ണിനെ വെച്ച് നോക്കിയാൽ ഞാനൊരു തള്ളയല്ലേടാ. ആരാ പറഞ്ഞ് എനിക്ക് കിളുന്തു പെണ്ണിനെ ഇഷ്ടമെന്ന്? ഞാൻ പറഞ്ഞോ? ഞാനൊരു നുള്ളിക്കൊണ്ട് ചോദിച്ചു. ഇതൊന്നും വേണമെന്ന് വിചാരിച്ചല്ല ഞാൻ. പക്ഷെ ഇന്ന് നീ ആ പെണ്ണിനെ സൂപ്പിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ആകെ കൊതിയായി. ഒരു ചെറിയ സുഖമെങ്കിലും അനുഭവിച്ചിട്ട് എത്ര കൊല്ലമായെന്നറിയാമോ? അങ്കിളിനിപ്പോ എന്നെയൊന്നും താല്പര്യമില്ല. പേരിനാഴ്ചയിൽ ഒരു വഴിപാട് പോലെ വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. എനിക്ക് ഇന്ന് നിന്റേത് കണ്ടപ്പോൾ കൺട്രോൾ അങ്ങ് പോയി. പുള്ളിക്കാരിയുടെ ശബ്ദത്തിൽ വികാരം വന്നു തുടങ്ങി. അങ്കിൾ ഒരു മണ്ടനാണ്. ഇതുപോലെ ഒരു പീസ് ഉണ്ടായിട്ടും ഒന്നും ചെയ്തു കൊടുക്കാത്തത് തല്ലുകൊള്ളാഞ്ഞിട്ടാ. ഞാൻ പുള്ളിക്കാരി ഒന്ന് സൂപ്പിച്ചു. ഓടാ, ചുമ്മാ പറയല്ലേ. പുള്ളിക്കാരി കൊഞ്ചി തുടങ്ങി. എന്നാൽ വാ, ഒരു കൈ നോക്കാം. ധൃതിയായി അല്ലേ കൊച്ചു കള്ളി. പിന്നെ അവിടെ ഒരു പൊടി പൂരമായിരുന്നു. എന്നേക്കാൾ ആവേശം ആന്റിക്കായിരുന്നു. നിന്നും ഇരുന്നും എല്ലാം ആന്റിയുടെ ആഗ്രഹങ്ങളെല്ലാം തീർത്തു കൊടുത്തു. ഇപ്പോ ഞാൻ വാടക വിട്ട് കൊടുക്കാറുമില്ല. ആന്റിക്ക് വേണ്ട സമയത്ത് ഒരു കൈസഹായം മാത്രം മതിയെന്ന് ആന്റി എന്നോട് പറഞ്ഞു ചിരിച്ചു.